അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈ ബഡ്ജറ്റ് വെസസ് ലോ ബഡ്ജറ്റ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഹൈ ബഡ്ജറ്റ് ആയിട്ട് ജീവിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ലോ ബഡ്ജറ്റ് ആയിട്ട് ജീവിക്കും ഗൈസ്. അപ്പോൾ തുടങ്ങിയാലോ? ഞാൻ ഇപ്പോൾ ഉള്ളത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു ഹോട്ടലിലാണ്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വ്യൂ ആണ്. ഒരു നല്ല വ്യൂ, അടിപൊളിയായിട്ടുണ്ട്. What a view. ഹോട്ടലിൽ കിടിലാണ് കണ്ട. വരുന്ന വഴി തന്നെ കണ്ട കുഞ്ഞു വഴി ഇങ്ങനെ കയറി വന്നു. ആക്ച്വലി പ്രത്യേക ഗുഡാണ് ഇത്. 2 വർഷം മുന്നേ ഇവിടെ ജോഷ് ചേട്ടൻ താമസിച്ചിട്ടുണ്ട്. IFSC പരിപാടിക്ക് റൂമൊന്നും ഇല്ലായിരുന്ന ജോഷ് ഇത് കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്. ഞങ്ങളൊരു 3-4 ദിവസം ഞാൻ അനീഷ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം. പക്ഷേ ആക്ച്വലി നമ്മൾ കുറച്ചു നേരം നിന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട വൈബ് എല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ അല്ലേ. നമ്മളെ കൊണ്ട് എത്രത്തോളം ലോ ബഡ്ജറ്റിൽ ഇത് ജീവിക്കാൻ പറ്റൂ അത് ഫുള്ള് നമ്മൾ ജീവിക്കും. ആനിയുടെ 5 സ്റ്റാർ ലെവലിൽ കാണിക്കും. റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്തു. നോ ഇഷ്യൂസ്. നമ്മളെന്റെ ലോ ബഡ്ജറ്റ് കാണിക്കും. നല്ല ലക്ഷറി സ്ഥലത്ത് നല്ല കാമായിട്ട് TV കാണുമ്പോൾ എന്ത് സുഖം എന്നറിയാവോ. നല്ല AC, നല്ല ചില്ല. അഭിനെന്ത് ചെയ്യണോ എന്തല്ലേ. ഇവിടെ TV ഒന്നുമില്ല. സ്വന്തം ഫോൺ അവിടെ വെച്ചിട്ട് അതിലാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണുന്നത്. ഏതായാലും വൈബ്, ലോ ബഡ്ജറ്റ് വൈബ്. TV, കുഞ്ഞു TV, 5 ഇഞ്ച് TV. ഗൈസ് കണ്ട കാമായിട്ടിരിക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ നല്ല വൈബാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല വൈബാണ് കണ്ട. ഇപ്പൊ നമ്മൾ ജിമ്മിലോട്ടാണ് പോണത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട്. താഴോട്ട് പോകുന്ന വ്യൂ ആണ് ഫുൾ. ഞാൻ ഇന്നേ വരെ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ജിമ്മിന് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അത് ജിമ്മിൽ. ഗൈസ് നമ്മളിപ്പോ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോ ജിമ്മിലോട്ടാണ് പോകാൻ പോകുന്നത്. ഏത് ജിമ്മ്? ഓപ്പൺ ജിം. ഒരു പാർക്ക് ഉണ്ട് ഗൈസ് ഇവിടെ അടുത്ത്. ആ പാർക്കിൽ പോയിട്ട് അവിടെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കാണുമായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം. എൻ്റെ ബാക്കിലാണ് ഗൈസ് പത്മനാഭ ക്ഷേത്രം. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള മഹാത്മാഗാന്ധി പാർക്കിലാണ് ഗൈസ് പോകാൻ പോകുന്നത്. ഒട്ടും തിരക്കേട്ടാ ഈവനിങ്. ഇവിടെ ഇല്ലേ എല്ലാവരും മുണ്ടൊക്കെ ഇട്ടിട്ട് വരുന്നത്. ഞാൻ മാത്രമേ നിക്കർ ഇട്ടിട്ട് വരുന്നുള്ളൂ. ഓപ്പൺ ജിം ഹോട്ടലിന് തൊട്ടടുത്ത്. ആനി കിട്ടുമോ ഈ ഫെസിലിറ്റി? ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് ഇത് തൂക്കാൻ പറ്റില്ല. ഇത് പറ്റൂല. അവരെല്ലാരും നോക്കുന്നു എന്താ അവിടുത്തെ ഒറ്റയ്ക്കൊന്ന് വർക്കൗട്ട് ചെയ്യുന്ന. ഇവിടെ എന്റെ സൈഡ് എല്ലാരും ഉണ്ട്. വേണ്ട. ഐ ഡോണ്ട് കെയർ ഗൈസ്. എനിക്ക് എന്റെ പാഷനാണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അബിന് ഇവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ അവൻ പറഞ്ഞു തരുമായിരുന്നു. ഇത് എന്തിന്റെ വർക്കൗട്ടാ? ഇത് മൂലത്തിന്റെ വർക്കൗട്ടാണ്. ഇങ്ങനെ ഒന്നും അല്ലടാ. ഇത് ശരിക്കും ഇങ്ങനെ. ഗൈസ് ആനി 5 സ്റ്റാർ ഹോട്ടലിൽ വലിയ സാധനങ്ങൾ വലിയ സൂപ്പർ ജിമ്മിൽ ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ ഒരു വാക്ക് പറയാം. ആനിക്ക് ഞാൻ ചെയ്ത ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് നമുക്ക് ജിമ്മിൽ വന്നാൽ പറ്റിയ പണി എന്ന് പറയുന്നത് സെൽഫി എടുക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യണം എന്നറിയാതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചാണ് ഞാനിപ്പോൾ കറങ്ങണത്. നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ തുടച്ചിട്ടിറങ്ങണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിയും. കാര്യം വിളിക്കാൻ പോയല്ലോ. ഓക്കെ, അത് മനസ്സിലാകുന്ന കാര്യമായിരിക്കുമല്ലോ.
ജിമ്മിൽ പോയി തളർന്ന് വേർത്ത് വന്നതുകൊണ്ട് നമ്മൾ പൂളിൽ കുളിക്കാൻ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ലോ ബഡ്ജറ്റിൽ കുളിക്കുന്നത്. തോർത്തും ഒരു സോപ്പും മതി. ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നീന്താൻ അറിയത്തില്ല എനിക്ക്, എന്നാലും നമ്മൾ കുളിക്കും. ശരി, നീന്താറുണ്ടോ? ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കാം. നല്ല സുഖമുണ്ട്. ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പം നാട്ടിൻ പുറത്തൊരു കുളി, ഇത് വൈബാണ്. പക്ഷേ ഇല്ല, ഇന്ന് ഭയങ്കര മഴ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചൊരു ആസ്വദിച്ച് കുളിക്കാൻ. നിങ്ങൾ തണുത്ത മഴ ഗൈസ്. നീന്താൻ അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പൂളിൽ ഇറങ്ങി. അവരാരും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഞാൻ പൂളിൽ കുളിക്കുന്നത്, അഭിനെ എവിടെ കുളിക്കുമോ എന്തോ. അടുത്ത് നമുക്ക് ഡ്രസ്സ് മാറ്റണം ഗൈസ്. ഡ്രസ്സ് മാറ്റുന്ന വേറെ ഫണ്ണറിയാവും. നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ല, ഇവിടെ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറണം. കൈ ഇങ്ങനെ ആക്കിയിട്ട് കാലുകൊണ്ട് നടന്ന് നീന്താൻ എനിക്കറിയാം. ഓടുന്നതല്ല ഞാൻ. ഗൈസ്, അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വല്ലതും കഴിക്കാം. കുളി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ് ഗൈസ്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത്, നല്ല ലക്ഷറി ഡിന്നർ. പുറത്ത് നല്ല മഴ. ആ സമയത്ത് നമ്മളൊരു ചൈനീസ് ഡിഷാണ് കഴിക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ വെച്ച് രാത്രി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ലോ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 പൊറോട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിക്കൻ അത് മാത്രമേ തന്നെ വന്നുള്ളൂ. ഒരു ഓംപ്ലേറ്റ് കൂടെ വരും. 2 പൊറോട്ടയും ഒരു 25 രൂപ, അത്രേ ആയുള്ളൂ. 25 രൂപയ്ക്ക് ഡിന്നർ. ഇതാണ് ഡംപ്ലിംഗ്. ഞാൻ ഫസ്റ്റ് ടൈം വഴിയിൽ കുറേ കൊറിയൻ ഡ്രാമാസിലും ചൈനീസ് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ എടുത്ത് വായിലിട്ടാൽ ചൂടായി ആകുള്ളൂ. കുറച്ച് കഴിക്കാം. കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഓംപ്ലേറ്റ് വന്ന് കഴിച്ചു. മൊത്തത്തിലിടത്താം. സൂപ്പർ അല്ലേ? 25 രൂപയ്ക്ക് ഡിന്നർ. ആനിയ സിനിമയ്ക്ക് കയറുമായിരിക്കും. നമ്മൾ ലെക്സിൽ സിനിമ കാണാൻ വന്ന്. എനിക്ക് സിനിമ ഒന്നും കാണാത്തതുകൊണ്ട് ലോ ബഡ്ജറ്റ് നമ്മൾ പടം കാണും. നോക്ക്, നമ്മൾ ഈക്കോ ആണ് കാണാൻ വന്നത്. നമുക്ക് അങ്ങ് വിശാലമായി കിടന്ന് കാണാം. കണ്ടോ, ഇതാണ് ലക്ക്. കണ്ടോ, നമുക്ക് ഇവിടെ ഡാൻസ് കാണാൻ പറ്റുന്നുണ്ട്. സിനിമ കണ്ടു, അടിപൊളി സിനിമ. എന്തോ ഒരു നല്ലൊരു മൂവി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്റ്റോറി അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ച്, എന്നാലും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എവിടെ? സ്റ്റാർബക്സിൽ. എനിക്കൊരു നോർത്ത് ഇന്ത്യ വൈബ് അടിക്കുന്നുണ്ട്. പക്ഷെ കൊള്ളാം. കോഫിയും ഒരു കുക്കിംഗ് കഴിക്കും, അതൊക്കെ മതി. ലക്ഷറി സാധനം. ആനി എന്ത് കുടിക്കുമായിരിക്കും അച്ഛാ? എന്തെങ്കിലും കുടിക്കുമായിരിക്കും അല്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിലെത്തി. ഇപ്പൊ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോകും. അങ്ങനെ രാത്രിയായി. നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പോകും. സ്കിൻ കെയർ ചെയ്യേണ്ടി ഒന്നുമില്ല, 0 ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഗൈസ് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഈ ആഭരണങ്ങളൊക്കെ എടുത്ത് ഊരി വെക്കാം. ഇത് ഞാൻ ചുമ്മാ മേടിച്ചതാണ്, കൊള്ളല്ലേ. ഇതും ചെയ്തു ചുമ്മാ ട്രൈ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഊരി വെക്കാം. കുറച്ച് റിച്ച് ഫീൽ കിട്ടും. ഈ സാധനം കൊള്ളല്ലേ. മുഖം കഴുകിയിട്ട് കിടന്ന് ഉറങ്ങാം. ഈ പണ്ടാരെ പൈപ്പിൽ വെള്ളം നേരെ വരുന്നില്ല ഗൈസ്. ഗൈസ് കണ്ട, വെള്ളം വെച്ച് മുഖം കഴുകിയാൽ ഞാൻ പണ്ടേ ഭയങ്കര ബ്യൂട്ടിയാ. കണ്ട,
മസാജ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ലോക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും ഇവർ എന്നെ എടുക്കാൻ വിട്ടില്ല. അല്ലെങ്കിൽ അഭിൻ്റെ സ്കിൻ കെയർ ബാഗും കൊണ്ട് ഇറങ്ങുമായിരുന്നു. നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. വീട്ടിൽ കിടന്നാൽ കിട്ടാത്ത സുഖം ഈ ബെഡിൽ കിടന്നാൽ കിട്ടും ഗൈസ്. നമുക്ക് ഉറങ്ങിയാലാ. ഞാൻ +2 ഹോസ്റ്റലിലായിരുന്നു. പക്ഷെ ഹോസ്റ്റൽ റൂമിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ കൊതുകില്ലായിരുന്നു. കൊതുക് ഒന്ന് മാത്രം ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ കാണാം. ഗൈസ് എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറക്കാൻ വരുന്നില്ല. കൊതുക് അടിക്കുന്ന പണ്ടായിരുന്നു. ഇവിടെ നല്ല സുഖമുണ്ടാവി. ഫാന് സ്പീഡും കറങ്ങുന്നില്ല. പണ്ടാര ഉറക്കം വരുന്നില്ല. രാവിലെ എന്ന് പറയുമ്പോൾ 9:20 ആരായി. രാവിലെ ആയി. രാത്രി ഉറങ്ങാൻ പറ്റ പാടെ എനിക്ക് തന്നെ അറിയാം കേട്ടാ. കൊതുകൊണ്ട് അച്ഛാ ഇവിടെ നിറയെ കടിച്ച് രാത്രി. പല്ലിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. രാവിലെ എഴുന്നേറ്റ് വേണ്ട കണ്ണു തുറക്കുമ്പോൾ തന്നെ വാഷ് ബേസ് ഫ്രണ്ടിൽ ഇരിക്കുന്നു. അപ്പോൾ ഇതിന് അർത്ഥം എന്താ? പല്ല് തേക്കണം. 1 സ്റ്റാർ ആയതുകൊണ്ട് സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ബ്രഷും ഒരു കോൾഗേറ്റ് മാത്രമേ ഉള്ളൂ. വെള്ളം തുറന്നിട്ട് അതുമായിട്ട് ചേർന്ന് വരുന്ന പൈപ്പ്. എനിക്ക് ട്രിക്കുണ്ട്. കൈ ഇങ്ങനെ വെക്കാം. അപ്പൊ വെള്ളം ഇതുവഴി നല്ല ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്നത്. പ്ലേറ്റ് ഒക്കെ നോക്കും. പ്ലേറ്റ് ആകുമ്പോൾ തന്നെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കട നോക്കി ഇങ്ങോട്ട് വന്നു കഴിച്ചു ഫുഡ് കഴിക്കാം. അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്നായിരിക്കും എന്ന് അറിയത്തില്ല. അവൻ എന്ത് കഴിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ സാധനം എടുത്തിട്ടുണ്ട്. 30 രൂപയേ ഉള്ളൂ. ഉപ്പുമാവ്. ഇത് മുട്ട. ഗൈസ് ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ച് ഇപ്പുറത്താണ് കഴിച്ചത്. കാരണം എന്താണെന്നറിയോ? ക്ഷേത്രത്തിന് അവിടെ ഫുഡിന് എല്ലാം ദോശയ്ക്കൊക്കെ 60-70 രൂപ. നമ്മൾ കുറച്ച് ഇപ്പുറത്ത് തന്നപ്പോൾ നമുക്ക് 30 രൂപ കിട്ടി. ഞങ്ങൾ ലോ ബഡ്ജറ്റ്. നല്ല മഴയത്ത് നമ്മൾ ലക്ഷറി കാറിനകത്തേക്ക് പോകുന്നു. ഉള്ള ഒരു സുഖം നമ്മുടെ കാറിൽ കിട്ടുമോ? ചവിട്ടാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ബസ്സിൽ പോയാലും സ്കൂട്ടർ എടുത്താലും പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ പൈസ ചിലവാക്കാതിരിക്കാനാണ് ഇരിക്കാനാണ് നമ്മൾ സൈക്കിളിൽ പോകുന്നത്. കറക്റ്റ് കാറിൻ്റെ ഇതൊക്കെ അറിയണമെങ്കിൽ കാറ് ഓട്ടിക്കാൻ അറിഞ്ഞിരിക്കണം. എങ്കിലേ കാറ് എങ്ങനത്തെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആയിടുന്നു. ഗൈസ് കുറേ നാൾക്ക് ശേഷമാണ് സൈക്കിൾ ഓടിക്കുന്നത്. പക്ഷെ കൊള്ളാം. ഞാൻ സൈക്കിളിലൊക്കെ കിടന്ന് കറങ്ങണം. ആനി എങ്ങനെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ലക്ഷറി പിടിച്ച് പോയല്ലേ. ഞാനപ്പോൾ വല്ല ലക്ഷറി കാറായിരിക്കും. പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ വല്ല ഗെയിംസ് കളിക്കാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല മഴ ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം. അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റനാണ് കളിക്കാൻ വന്നത്. എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ തോന്നാം. പക്ഷെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ നട്ടാൽ മാത്രം അറിയാം. എന്നാലും നമുക്ക് കളിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ബാഡ്മിൻ്റൺ സ്കിൽസ്? ഫസ്റ്റ് ടൈം പ്രോ. അതന്നെ കട്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കൊള്ളാം. കാരണം എൻ്റെ താഴെ വീണല്ലേ അവർ കട്ട് ചെയ്തു. ഇങ്ങനെ
കിടക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ വേറെ ഒന്നിനും കിട്ടത്തില്ല. നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ പോലെ ഈ സുഖം കിട്ടത്തില്ല ഗൈസ്. ഗൈസ് എത്രയൊക്കെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ ഗൈസ് വൈബുള്ളൂ. ഇങ്ങനെ അതിങ്ങനെ ഒറ്റപ്പെട്ട് ബോറടിച്ച് ഇങ്ങനെ നാറ്റം അടിച്ച് നിൽക്കേണ്ടി വരും. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. ബൈ. എന്തൊക്കെ ലക്ഷറി ലൈഫ് ആയിരുന്നാലും എല്ലാരും കൂടെ ഉള്ളപ്പോ തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്.